കെപിസിസി പ്രസിഡന്റ് പ്രഖ്യാപനം ഉടൻ. കെപിസിസി പ്രസിഡന്റ് പ്രഖ്യാപനം ഉടൻ. കൊടിക്കുന്നിൽ സുരേഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്കെന്ന് സൂചന. മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശശി തരൂർ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കൊടിക്കുന്നിലെന്ന് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, അങ്ങനെ ആ പ്രഖ്യാപനം എത്തുകയാണ്. കൊടിക്കുന്നിലാണ് സാധ്യത എന്ന നിലയിലേക്ക് എത്തുന്നു. ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കെപിസിസി പ്രസിഡന്റ് പ്രഖ്യാപനം ഈ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കൊടിക്കുന്നിൽ സുരേഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ അടക്കമുള്ളവരുടെ പിന്തുണ കൊടിക്കുന്നില്ലെന്നാണ് സൂചന. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഷമീർ പറയാം. കെപിസിസി പ്രസിഡന്റ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് മുന്നോട്ട് വരുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തരമായുള്ള കൂടിയാലോചനകൾ ഇന്ന് നടത്തി. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് കേരളത്തിലെ മുതിർന്ന നേതാക്കളായ AK ആന്റണി, ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, ശശി തരൂർ തുടങ്ങിയ നേതാക്കളുമായി ഇന്ന് ഹൈക്കമാൻഡ് സംസാരിച്ചു. അവരൊക്കെ ഒറ്റ പേരാണ് പറയുന്നത്. അത് കൊടിക്കുന്നിൽ സുരേഷിന് KPC പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു പിന്തുണ കൂടിയായി അവർ അത് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റു പേരുകൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളോട് സംസാരിച്ചപ്പോൾ രമേശ് ചെന്നിത്തല ജോസഫ് വാഴക്കിന്റെ പേരിനാണ് ഒന്നാം പരിഗണന കൊടുത്തത്. രണ്ടാമതായി പരിഗണിക്കുന്നതെങ്കിൽ അത് കൊടിക്കുന്നിലിനെ പരിഗണിച്ചാൽ മതി എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി VD സതീശന്റെ പിന്തുണ കൂടി കൊടിക്കുന്നിൽ സുരേഷിന് ഉണ്ട്. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ അടിയന്തരമായി KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊരു നീക്കം ഇപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ ദിവസമായിരുന്നു. പിറന്നാൾ ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുമായും ഒപ്പം തന്നെ മല്ലികാർജുന ഖാർഗെയുമായും ഇന്നലെ ഇത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ആന്റണിയും ഈ സ്ഥാനത്തേക്ക് ശ്രമിക്കുന്നതായിട്ടുള്ള വിവരം വരുന്നു. ആന്റണി കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാലുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണയോട് കൂടി KPC പ്രസിഡന്റ് പദവിയിലേക്ക് വരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുപോലെ അടൂർ പ്രകാശ്, ബെന്നി ബെഹന്നാൻ തുടങ്ങിയവരും ഈ പട്ടികയിലേക്ക് വരാൻ ശ്രമിക്കുന്നവരാണ്. എന്തായാലും കൂടുതൽ നേതാക്കളുടെ പിന്തുണ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിലേക്ക് വരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് നമുക്കറിയാം മുതിർന്ന നേതാവാണ്. 33 വർഷത്തിലധികമായി പാർലമെന്ററി അംഗമാണ്. അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആഗ്രഹം നേരത്തെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുതിർന്ന ഒരു നേതാവിന് നൽകുകയാണെങ്കിൽ അത് കൊടിക്കുന്നിൽ സുരേഷിന് KPC പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് കേരളത്തിലെ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ആവശ്യം. ആ ആവശ്യം അവർ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. സോന, ശരി. KPCC പ്രസിഡന്റ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. കൊടിക്കുന്നിൽ സുരേഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് വിവരം. ഷമീർ അബ്ദുള്ളാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.